ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കോഴിയും പിടിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. പലരും പല രീതിയിലാണ് കോഴിയും പിടിയും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നത് എൻ്റെ വല്യമ്മേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വല്യമ്മ എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അതുപോലെ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പത്തിരി മാവ് റെഡിയാക്കി എടുക്കണം ഇതുപോലെ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ പത്തിരി മാവ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്, 1 കപ്പ് അരിപ്പൊടിയും, അതിലോട്ട് 1 കപ്പ് വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. വെളിച്ചെണ്ണ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കുത്തി വരും. അപ്പോൾ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിൽ ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിലിടക്കൊന്ന് കൈ മുക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ പിടിക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഇതുപോലെ ചെറിയ ബോളെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ നടുവിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഇതുപോലെ ചെയ്തെടുക്കണം എന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒന്നെങ്കിൽ ചെറിയ ബോളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ വലിയ ബോളൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പിടിയൊക്കെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പിടി ഉണ്ടാക്കി വെച്ചത് വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് നമുക്ക് പിടി വേവിച്ചെടുക്കണം. അതിനുശേഷം വെള്ളം ഊറ്റിക്കളയണം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം, അതും നല്ല ഈസിയാണ്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവല്. ഈ സമയത്ത് വെള്ളത്തിൽ കിടന്ന് വേവുന്ന സമയത്ത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും പിടിയൊക്കെ. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് പിടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പിടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഊറ്റിക്കളയണം. അപ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് മാറ്റി വെക്കണം ഇത്. ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങ വറുത്ത് വെക്കണം. അപ്പോൾ ഇതൊരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവുള്ളൂ. അതിലോട്ട് 2 വറ്റൽമുളക്, 1-2 ചെറിയ ഉള്ളി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്ത് നമുക്കിത് അരച്ച് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കോഴിയുടെ മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ കഷ്ണവും പിന്നെ 4-5 പച്ചമുളകും കൂടി നന്നായി പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയുടെ കളറ് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക ഇതിലോട്ട്. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് എരിവും കൂടി വേണം എന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ
ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മസാലയുടെ കുത്തലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ബോൺലെസ് ചിക്കൻ ആയാലും മതി. അപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേണം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല വേവുള്ള ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രഷർ കുക്കറിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്, കുറച്ച് തരിയോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് അപ്പോൾ തന്നെ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പിടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടി വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിടി റെഡിയായി, കോഴിയും പിടിയും റെഡിയായി. അപ്പോൾ ഇത് കക്കറൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലോട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. ഇതങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് തേങ്ങ അരച്ച് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എപ്പോഴും കക്കറൊട്ടി ഒക്കെ കുഞ്ഞിപ്പത്തലൊക്കെ ഉണ്ടാക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെയും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ വല്യമ്മേൻ്റെ റെസിപ്പിയാണെന്ന്. അപ്പോൾ വല്യമ്മ ഇത് അരിപ്പൊടിനേക്കാളും കൂടുതൽ ഈന്തും പൊടി യൂസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ മേലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഏതൊരു കറീൻ്റെ മേലെ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല മണമൊക്കെ ആയിരിക്കും ആ കറിക്ക്. പിന്നെ ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നും കറി നന്നായി കൂടിപ്പോയോ, ഇതിൽ ഗ്രേവി കൂടുതലല്ലേ എന്നൊക്കെ. പക്ഷേ ഇത് ഇരിക്കും തോറും നല്ല തിക്കായിട്ട് വരും. ചൂടാറി നമ്മൾ സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നല്ല കട്ടിയിലായിരിക്കും, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഉണ്ടാവൽ. ഓരോ പിടിയുടെ മേലെയും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഉണ്ടാവുക. നല്ല ഡ്രൈ ആയിട്ടും ഇതുപോലെ പിടി ഉണ്ടാക്കലുണ്ട്. പക്ഷെ കുറച്ച് കറിയൊക്കെ കൂടുതൽ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാവും. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറി തുടങ്ങും തോറും ഇത് കട്ടിയായിട്ട് വരും. ഇപ്പോൾ കണ്ടോ കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട്. ഇനി ഞാനിത് സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോഴേക്കും കണ്ടോ ഇത് നല്ല തിക്കായിട്ടുണ്ട്. ഓരോ പിടിയുടെ മേലെയും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്